ബിസിനസ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിലാണോ? അത് മാക്സിമം 2 കോടി വരെ. ആ 1000-ൽ ഒരു MSME യൂണിറ്റ് നിങ്ങളുടെ യൂണിറ്റ് ആകാൻ വേണ്ടി. നമസ്കാരം. പലപ്പോഴും ആളുകൾ പറയാനുള്ള ഒരു കാര്യമാണ്, ഇവിടെ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല, ലോൺ കിട്ടുന്നില്ല എന്നൊക്കെ. പക്ഷേ ഗവൺമെൻറ് ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന പല സ്കീമുകളും ബിസിനസ്സുകാർ അറിയാതെ പോകുന്നു. ഇന്ന് ഇങ്ങനെയൊരു സ്കീമിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ബിസിനസ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിലാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ സൂക്ഷിച്ച് കേട്ടോളൂ. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കോടി വരെ സബ്സിഡി കിട്ടാൻ പോകുന്ന ഒരു സ്കീമാണ് മിഷൻ 1000. ഈ ഒരു സ്കീമിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം. ടേൺ ഓവർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന സ്കീമാണ് ഈ മിഷൻ 1000. ഇതിൻ്റെ പേരിൽ പറഞ്ഞ പോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള 1000 MSMEകൾക്കാണ് ഈ ഒരു സ്കീം യൂസ് ചെയ്യുന്നത്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മാൾ മീഡിയം എൻ്റർപ്രൈസസ്. ഇനി ഇതിൻ്റെ ഒരു ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സർവീസ് സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം 3 വർഷമെങ്കിലും ഓപ്പറേഷണൽ ആയിരിക്കണം. അതായത് 31/3/2023 വരെ എടുക്കുന്ന സമയത്ത് 3 വർഷം ഓപ്പറേഷണൽ ആയിരിക്കണം. അതായത് 3 വർഷം കമ്പനിയിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്ത കണ്ടീഷൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു MSME ആയിരിക്കണം. അതുപോലെ തന്നെ അതിന് ഒരു വാലിഡ് ആയിട്ടുള്ള ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് ഈ ഒരു സ്കീമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ടേൺ ഓവർ, പ്രോഫിറ്റ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് എംപ്ലോയീസ്, സിബിൽ റിപ്പോർട്ട്, ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. ഇനി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള MSME യൂണിറ്റുകൾക്ക് അവർ 1/4/2023 മുതൽ അവർ നടത്തിയിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ 40% സബ്സിഡി ലഭിക്കുന്നു. അത് മാക്സിമം 2 കോടി വരെ. അതായത് ഒരു 5 കോടീൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ 2 കോടി നമുക്ക് എന്ത് ചെയ്യുന്നു, സബ്സിഡി ലഭിക്കുന്നു. അപ്പോൾ അതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ചിലപ്പോൾ മെഷീനറി വാങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ 40% നമുക്ക് സബ്സിഡി കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടി ബിൽഡിങ്സ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് 1/4/2023 മുതൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് 40% സബ്സിഡി, അങ്ങനെ മാക്സിമം 2 കോടി വരെ സബ്സിഡി ലഭിക്കും. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റിൻ്റെ 50% ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രോജക്റ്റ് റിപ്പോർട്ട് DPR പ്രിപ്പറേഷൻ ഉണ്ട്. അതിനുവേണ്ടി 1 ലക്ഷം രൂപയാണ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ഇനി LLP അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആണെങ്കിൽ LLP എഗ്രിമെൻറ്റ്, പാർട്ണർഷിപ്പിൻ്റെ ഡീഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സിബിൽ റിപ്പോർട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ പാർട്ണേഴ്സിൻ്റെ KYC, പാൻ കാർഡ്, ആധാർ കാർഡ്, അതിപ്പോൾ സ്ഥാപനത്തിൻ്റെ പാൻ കാർഡും അതിൻ്റെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ പാൻ കാർഡ്, ആധാർ കാർഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ 3 വർഷത്തെ ഓഡിറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽസ്, പ്രോജക്റ്റ് റിപ്പോർട്ട്, അങ്ങനെ കുറച്ച് ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിന് ഈ ഒരു മിഷൻ 1000 സ്കീമിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്കീം ഒഴിവാക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളതിന് അപ്ലൈ ചെയ്യുക. ആ 1000-ൽ ഒരു MSME യൂണിറ്റ് നിങ്ങളുടെ യൂണിറ്റ് ആകാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച്.